ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, കൊറിയയിൽ ഈ വർഷം പുറത്തിറങ്ങി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്കിഷ്ടപ്പെട്ട രണ്ട് നടന്മാരുണ്ട് ഈ സിനിമയിൽ. ഒന്ന് കൊറിയൻ ശ്രീനിവാസനും മറ്റൊന്ന് കൊറിയയിലെ തന്നെ തിലകനും. അടിപൊളി ആക്ടേഴ്സാണ്. എക്സ് ഹുമ എന്നാണ് ഈ പടത്തിന്റെ പേര്. ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ്. ഒരു കുടുംബത്തിലെ ജനിക്കുന്ന കുട്ടികൾ മരണപ്പെടുന്നു. ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ത് രോഗം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ ഈ കുടുംബം രണ്ട് മന്ത്രവാദികളെ വിളിച്ചു വരുത്താണ്. അവര് പറയും ഈ കുടുംബത്തിനേർപ്പെട്ടിരിക്കുന്ന ശാപത്തിന്റെ പുറത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സോ ആ ശാപം മാറ്റാൻ വേണ്ടി അപ്പൂപ്പന്റെ കുഴിമാടം തോണ്ടി അങ്ങേരെ കത്തിച്ചു കളയാൻ തീരുമാനിക്കുന്നു. അവിടുന്നാണ് പ്രതിധ്വനികളുടെ തുടക്കം. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ അടിപൊളി മിസ്റ്ററി ഹൊററിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പുരുഷനും പുരുഷയും വിമാനത്തിൽ കൊറിയയിലേക്ക് വരുന്നു. അവർ കാണാൻ പോകുന്നത് വലിയൊരു പണക്കാരുടെ കുടുംബത്തെയാണ്. അവരുടെ കുടുംബത്തിൽ വലിയൊരു ബുദ്ധിമുട്ട്. മാനേജർ ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു ജനിച്ച കുട്ടിയുണ്ട്. അതിന്റെ നില അതീവ ഗുരുതരാണ്. ജനിച്ചത് മുതൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ കുഞ്ഞിന് എന്താണ് രോഗമെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോ ആ കുടുംബത്തിന്റെ മൂന്നാമത്തെ കുഞ്ഞാണ്. ഈ ലേഡിയും പുരുഷനും വന്നുടനെ ചൂളമൊക്കെ അടിച്ച് ചുറ്റിലും എന്തെങ്കിലും വിപരീതമായ ശക്തികളുടെ സാന്നിധ്യം ഉണ്ടോ നോക്കും. ഇവർ ആ റൂമിൽ നിന്ന് എല്ലാവരെയും മാറാൻ പറഞ്ഞിട്ട് ഒരു കിഴിയെടുത്ത് കുഞ്ഞിന്റെ പുറത്ത് വെച്ച് ചില മന്ത്രങ്ങളെല്ലാം ജപിക്കുന്നുണ്ട്. ആ ലേഡിക്ക് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പമുണ്ട്. ലേഡി കുടുംബത്തെ വിളിച്ചു വരുത്തിയിട്ട് ഈ കുഞ്ഞിനൊരു അച്ഛനും അപ്പൂപ്പനും ഇല്ലേ, എനിക്ക് അവരെയും കൂടി കാണണമെന്ന് പറയും. കുഴപ്പങ്ങളുടെ തുടക്കം അവിടെ നിന്നുമാണ്. മാനേജർ വലിയൊരു പാലസിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. ഈ പാലസിൽ ഒരു അപ്പൂപ്പനുണ്ട്. അനങ്ങാൻ കഴിയാതെ വീൽ ചെയറിലായ അപ്പൂപ്പൻ. ആ അപ്പൂപ്പനൊരു ഭാര്യ. ഈ അപ്പൂപ്പൻ ആ കൊച്ചിന്റെ മുത്തശ്ശനാണ്. വീട്ടിലേക്കെത്തിയ ലേഡി അവിടെ വ്യത്യസ്തമായൊരു ഭൂതത്തിന്റെ പ്രതിമ കാണുന്നുണ്ട്. കുറച്ചു സമയം കഴിയുമ്പോൾ ആ കൊച്ചിന്റെ അച്ഛൻ വരും. ഇങ്ങേരാണിപ്പോ കുടുംബമൊക്കെ നോക്കി നടത്തുന്ന ലീഡർ. അയാളെ നമ്മുടെ ലേഡിയും ചെക്കനും പരിചയപ്പെടുന്നു. അവര് വളരെ സീക്രട്ട് ആയിട്ടുള്ള മന്ത്രവാദികളാണെന്ന് പറയുന്നു. കുഞ്ഞിന്റെ അച്ഛൻ അവരുടെ കുടുംബത്തിലുണ്ടായ കുഴപ്പങ്ങൾ പറയുന്നു. ആദ്യം ഇയാളുടെ സഹോദരന് ഭ്രാന്ത് പിടിച്ച് ആള് മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ച് സൂയിസൈഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കുടുംബത്തിൽ നടക്കുന്ന എല്ലാം വിപരീതമാണ്. ഇയാൾക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളായിട്ട് മരണപ്പെട്ടു വരുന്നു. രാത്രിയെല്ലാം പേടിപ്പിക്കുന്ന ശബ്ദങ്ങളും സ്വപ്നങ്ങളും, ആരോ കൊല ചെയ്യാൻ വരുന്നത് പോലെ. ഇത് ഈ കുടുംബത്തിലെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇത് കേട്ട് മന്ത്രവാദി ലേഡി പറയും, ഞാൻ ഈ വീട്ടിലേക്ക് എൻ്റർ ആവുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷാഡോ ഉള്ളതായിട്ട് അനുഭവപ്പെട്ടു. ആ ഷാഡോ മറ്റാരുടേതോ അല്ല, നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറുടേതാണ്. അതായത് ആ കൊച്ചു കുഞ്ഞിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടേത്. കുടുംബത്തിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇപ്പം ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എവിടെയാണോ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്ഥലം അങ്ങേർക്ക് കംഫർട്ടബിൾ അല്ല. അവിടെ നിന്ന് മാറണം എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി മാറ്റി സംസ്കരിക്കുകയോ അല്ലെങ്കിൽ കത്തിച്ചു കളയുകയോ ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കൊരു ഗ്രൂപ്പിനെ അറിയാം, ഞങ്ങൾ അവരെ വിളിച്ചു വരുത്താം എന്നിവർ പറയും. ആ ഗ്രൂപ്പ് മറ്റാരുമല്ല, നമ്മുടെ ശ്രീനിയും തിലകനുമാണ്. അവർക്ക് ഈ കുഴി തോണ്ടി ഡെഡ് ബോഡികൾ എടുക്കുക, അത് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ കത്തിച്ചു കളയുക, ഇതൊക്കെയാണ് പരിപാടി. ഈ ഡെഡ് ബോഡികളുമായിട്ടുള്ള ഡീലിങ്സ് ആണ് ഇവരുടെ ജോലി. ഒപ്പം തന്നെ ശ്രീനി വിലപിടിച്ച വസ്തുക്കളുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റുകയും ചെയ്യും. ചത്ത കുഞ്ഞിന് ജാതകം എന്തിനാന്ന് പറഞ്ഞ പോലെ ചത്ത മനുഷ്യന് സ്വർണ്ണം എന്തിനാ. ഇപ്പൊ ഈ ലാൻഡ് ഓണർ ആ ലാൻഡ് വിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് അമ്മൂമ്മയുടെ കുഴിമാടം തോണ്ടി അത് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നു. എല്ലും കഷ്ണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എന്തേലും കുഴപ്പമുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയും നമ്മുടെ ശ്രീനി കുടുംബക്കാരോട്. വേണമെങ്കിൽ അവസാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചോളൂ, കരഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. ആ കുടുംബം കരയുന്നു, പ്രാർത്ഥിക്കുന്നു. അവരമ്മൂമ്മേനെ ഓർക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ തിലകന്റെ മൈൻഡ് വോയിസ് കേൾക്കാം. മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, രക്തബന്ധങ്ങൾ, സൗഹൃദം, അവസാനം മരിച്ച് മണ്ണായി പോകും. വീണ്ടും ജനനം, ജീവിതം, മരണം. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ നേച്ചറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഞാനും ഒരാളാണ് എന്ന് പറഞ്ഞ് ആളിങ്ങനെ കാട്ടിക്കൂടെ നടക്കുകയാണ്. എങ്കേ പോകുതോ വാനം. ഈ രണ്ടുപേർക്കും കുടുംബമൊന്നുമില്ല എന്ന് തോന്നണം. അപ്പൂപ്പനൊരു മോളെങ്കിലും ഉണ്ട്. ഇവര് കുഴിയൊക്കെ തോണ്ടും, ചെറിയൊരു ഓഫീസുണ്ട്. തിരിച്ചു വന്ന് അവിടുന്ന് കഴിച്ച് കിടന്നുറങ്ങും. ഇതൊക്കെയാണ് പണി. അപ്പോഴാണ് നമ്മുടെ മന്ത്രവാദി പെണ്ണും ചെക്കനും അപ്പച്ചനെ കാണാൻ വരുന്നത്. അവരിപ്പോ അവർക്ക് കിട്ടിയ പുതിയ ജോലിയെക്കുറിച്ച് ഇവരോട് പറയും. ഒരു പണക്കാര കുടുംബം. കുടുംബത്തിലെ പലർക്കും പ്രേതശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അത് ജനിക്കുന്ന കുട്ടികളെ വരെ ബാധിച്ചിരിക്കുന്നു. എനിക്കൊരു കോൾഡ് വിൻഡാണ് അനുഭവപ്പെട്ടത്. മുതുമുത്തശ്ശന്റെ കുഴിമാടം മാറ്റി സ്ഥാപിക്കണം. അയാൾ കംഫർട്ടല്ല. ഇവരിങ്ങനെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചിന്റെ അച്ഛന്റെ അമ്മ, ഇവിടെ കുടുംബത്തിലെ ആ അച്ഛന്റെ അമ്മ, പുള്ളിക്കാരിക്ക് എന്തോ നമ്മുടെ മന്ത്രവാദികളെ ഇഷ്ടമായിട്ടില്ല. അവര് പറയുന്നൊന്നും ഉടനെ ചെയ്യണ്ട, കുറച്ച് കാത്തിരിക്കാം, ട്രീറ്റ്മെന്റ് വീണ്ടും വീണ്ടും നടക്കട്ടെ, പരിഹാരം ഉണ്ടാവും
എന്നാണ് അമ്മ പറയുക. പക്ഷെ ഇവർ വീണ്ടും വീണ്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സെഡേഷൻ കൊടുത്ത് കൊച്ചിനെ ഉറക്കുന്നുണ്ട്. എന്നാലും പാവം കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. സോ രണ്ടും കൽപ്പിച്ച് അച്ഛൻ ആ കുഴിമാടം തോണ്ടാൻ തീരുമാനിക്കും. എന്നിട്ട് നമ്മുടെ തിലകനെയും ശ്രീനിയും വിളിച്ചു വരുത്താണ്. അവരിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിലകൻ തൻ്റെ മോളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ പറയും. മോളിപ്പോൾ ജർമ്മനിയിൽ എന്നാണ്ടാണ്. അവിടുത്തെ സായിപ്പുമായിട്ടാണ് ലോവൊക്കെ. അങ്ങനെ ഇവർ വന്ന് പണക്കാരനെ കണ്ടുമുട്ടുന്നു. പുള്ളിക്കാരൻ പറയും സീക്രട്ടായിട്ട് വേണം ചെയ്യേണ്ടത്. വേറെ സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കൊന്നും വേണ്ട, നമുക്ക് കത്തിച്ച് കളഞ്ഞേക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരും. തിലകൻ പറയും നമുക്ക് ആദ്യം സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാം, എന്നിട്ട് തീരുമാനിക്കാം. അങ്ങനെ ഇവര് 3 കാറുകളിലായിട്ട് വലിയ കുന്നിൻ ചെരുവുകളിലൂടെ യാത്ര പോവാണ്. അതൊരു അടച്ചുപൂട്ടിയ എസ്റ്റേറ്റിന് മുന്നിലേക്ക് എത്തും. ഇവരതും തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഇനി പോകാൻ വഴിയില്ല, റോഡില്ല. സോ കാർ അവിടെ നിർത്തിയിട്ടിട്ട് ഇവരൊരു കുന്നിന്റെ മണ്ടയിലേക്ക് നടന്ന് കയറുകയാണ്. അവിടെയാണ് ഈ കുഴിമാടുള്ളത്. അപ്പൊ ലേഡി അപ്പാപ്പനോട് ചോദിക്കും, ഈ കുഴിമാടങ്ങൾ കുന്നിന്റെ മണ്ടയിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരൻ പറയും അത് റെയറാണ്, അതിന് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് ഇവർ നടന്നു പോകുന്ന വഴിയെ വലിയൊരു മരം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ട്രീ ആണ്. അതിനടിയിൽ കുറെ കുറുക്കന്മാരിങ്ങനെ മണം പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇവർ വീണ്ടും മുകളിലേക്ക് ചെല്ലും. ആ കുന്നിന്റെ ഒത്ത മുകളിലായിട്ട് ഒരു പടിക്കല്ലും അതിനു പുറകെ ഒരു മൺതിട്ടയും. ഇതാണ് ടോംബ്, ശവക്കല്ലറ. ഇങ്ങേരി എല്ലാ കല്ലറയുടെ പരിസരത്ത് ചെന്നാലും അവിടുത്തെ മണ്ണെടുത്ത് നക്കി നോക്കും. ആത്മാവിന് ഉപ്പുരസം ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും. ആരെങ്കിലും ആ വഴി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പുരസം ഉണ്ടാവും. ഇങ്ങനെ ഒരു കുന്നിന് മുകളിൽ കൊണ്ടുവന്ന് പ്രത്യേകമായി ഒരു കല്ലറ സ്ഥാപിച്ചിരിക്കുന്നു, ഒരു കുഴിമാടം. പക്ഷെ ആ കുഴിമാടം കാണാൻ വളരെ സിമ്പിളാണ്. ചുമ്മാ മണ്ണിട്ട് മൂടിയിരിക്കുക. ഈ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പടിക്കലിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. അപ്പൂപ്പൻ ആ പണക്കാരനോട് ചോദിക്കും, ഈ കുഴിമാടത്തിനുള്ള സ്ഥലം ആരാണ് സജസ്റ്റ് ചെയ്ത്? ഈ സ്ഥലം തന്നെ വേണമെന്ന് പറഞ്ഞ ആരാണ്? അപ്പൊ ആ പണക്കാരൻ പറയും, ആ കാലത്ത് ഒരു ബുദ്ധിസ്റ്റ് ഉണ്ടായിരുന്നു, കിസൂൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പുള്ളിക്കാരനാണ് മുത്തശ്ശന് പറ്റിയ സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അപ്പൂപ്പൻ ചോദിക്കും, ഈ ടോംബ് കല്ലറ വളരെ സിമ്പിളാണല്ലോ, എന്തുകൊണ്ടാണത്? പണക്കാരൻ പറയും, ആ കാലഘട്ടത്തിൽ ഒരുപാട് കൊള്ളക്കാരന്മാരുണ്ടായിരുന്നു, കല്ലറ കൊള്ളയടിക്കുന്ന ആൾക്കാർ. കല്ലറയ്ക്കകത്ത് ഇവര് സ്വർണമോ മറ്റ് വില പിടിച്ച വസ്തുക്കളോ ഇടാറുണ്ട്. സോ കല്ലറ പൊളിച്ചത് എടുക്കുന്ന കൊള്ളക്കാരുണ്ടായിരുന്നു. അവരുടെ കണ്ണി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് ആരും കാണാത്ത സ്ഥലത്ത് സ്ഥാപിച്ചത്. ശരിയെന്ന് പറഞ്ഞ് അപ്പൂപ്പ മാറി മന്ത്രവാദികളുടെ അടുത്തേക്ക് വരുന്നു. പുള്ളിക്കാരൻ എന്തോ ഒരു ഫീലിംഗ് സ്ട്രെയിഞ്ച്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. നേരെ ചെന്ന പണക്കാരനോട് പറയും, ചേട്ടാ എനിക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞാൻ ഈ ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്നും പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് ഒരൊറ്റ നടത്തം. നേരെ വന്ന് കാറിൽ കയറിയിരിക്കും. അപ്പൊ കൂടുള്ളവർ ചോദിക്കുകയാണ്, എന്താ പറ്റിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പൊ പാപ്പൻ പറയും, ഈ സ്ഥലം ശരിക്കും നരകാണ്, വളരെ വളരെ മോശപ്പെട്ട ഈവിൾ പ്ലേസ് ആണിത്. ഇങ്ങനെയുള്ള സ്ഥലത്ത് നീ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്ന ഒരാളെപ്പോലും അത് വെറുതെ വിടില്ല, നാശം തന്നെയായിരിക്കും, വിനാശം. അങ്ങേര് പെൺകുട്ടിയോട് ചോദിക്കും, നീ അവിടെ കുറുക്കന്മാരെ കണ്ടില്ലേ? കുഴിമാടത്തിന് ചുറ്റും കുറുക്കന്മാര്. കുഴിമാടവും കുറുക്കന്മാരും ഓപ്പോസിറ്റാ. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. മോശപ്പെട്ട വേസ്റ്റ് ഈവിളാണത്. സോ ഈ പ്രോജക്റ്റ് വേണ്ടാന്ന് പറഞ്ഞ് ഇവര് തിരിച്ച് വരുന്നു. എന്നാൽ ആ പണക്കാരൻ ഇവരെ വിടുന്നില്ല. തന്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് മരിച്ചുപോയ കുട്ടികളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ ഇതാ അടുത്തത് മരിക്കാൻ ഒരു കുട്ടി കാത്തു കിടക്കുന്നു. അങ്ങേര് ചോദിക്കും പാപ്പനോട്, നിങ്ങൾക്ക് മക്കളുണ്ടോന്ന്. പുള്ളിക്കാരൻ പറയും, എനിക്കൊരു മോളുണ്ട്, ഇപ്പൊ ജർമ്മനിയിലാണ്, അച്ഛന് കുഴി തോണ്ടുന്ന ജോലി, മോള് എയറോസ്പേസ് എഞ്ചിനീയർ. വളരെ രസമുള്ള മാറ്റമാണത്. എനിക്കിപ്പോൾ എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷവും സമാധാനവും ഇല്ല. എനിക്കിനി കെഞ്ചാനോ കേഴാനോ കരയാനോ ആരോടെങ്കിലും അഭ്യർത്ഥിക്കാനോ കഴിയില്ല. ദയവ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞിനെയെങ്കിലും രക്ഷപ്പെടുത്തും. അപ്പോൾ പാപ്പൻ ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും എന്നോട് മറയ്ക്കുന്നുണ്ടോ? കാരണം 383417 അത് ലാറ്റിറ്റ്യൂഡും ലോങ്റ്റിറ്റ്യൂഡും ആണ്. ആ നമ്പേഴ്സാണ് കല്ലറയിലെ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അളന്ന് മുറിച്ച് കറക്റ്റായ സ്ഥലത്താണ് ഈ കല്ലറ സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് പുറകിലൊരു ഇന്റൻഷൻ ഉണ്ട്, കാരണമുണ്ട്. അതെന്താണ്? അച്ഛൻ പണക്കാരൻ പറയും, എനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു ഈവിൾ സ്പേസിൽ നിന്നും മാറ്റി സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഡേഞ്ചറസ് ആകും എന്ന് പാപ്പൻ ഉറച്ചു പറയും. പക്ഷേ മന്ത്രവാദി പെണ്ണ്, ഞാനത് ചെയ്യാൻ തയ്യാറാ, നിങ്ങൾ ഈ അച്ഛൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ? സംഭവിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പേടിച്ചാലോ? കണ്ണിന് നേരെ കാണാതെ ഞാനൊന്നും വിശ്വസിക്കില്ല.
ശ്രമിച്ചു നോക്കാം. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ തയ്യാറാണ്, നിങ്ങൾ കൂടെ നിന്നാൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് മന്ത്രവാദി ലേഡി അവള് തയ്യാറാവും. ഈ കുഴി മാന്തുന്നതിന് ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. ആദ്യമേ 5 ചത്ത പന്നികളെ വേണം, അതേപോലെ 5 പന്നി വെട്ടുകാരെയും വേണം. ഇവരെല്ലാം വെച്ചിട്ടാണ് പൂജ ചെയ്യുക. ഈ പൂജ സ്ഥലത്തേക്ക് ആ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെ മോളും കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാപ്പനും ഉണ്ടാവും. മന്ത്രവാദി വന്ന് ഈ പന്നി വെട്ടുകാരെയെല്ലാം പൂജിച്ച് ചെണ്ടയൊക്കെ കൊട്ടി ഒരു കോഴീനെയും വെച്ചിട്ടുണ്ട്. പൂജയ്ക്ക് കോഴി നിർബന്ധമാണ്. ആദ്യമേ ഒരു പ്ലഡ്ജ് പോലത്തെ ഒരു മന്ത്രം പറയും. അത് നമ്മുടെ ശ്രീനിയാണ് പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ പേപ്പർ കത്തിച്ചു കളയണം. പിന്നെ വലിയ കൊട്ടും കുലകുലകുലകുലേന്നും പറഞ്ഞ ഒച്ചയും ബഹളവും ഡാൻസും പൂജയൊക്കെ ആയിട്ട് വലിയ ശബ്ദത്തിൽ ഇവൾ ആ പന്നികളെ വെട്ടാൻ തുടങ്ങും. ഈ പന്നികളെ വെട്ടുന്ന സമയത്താണ് ഇവർ കുഴിക്കേണ്ടത്. ആദ്യപടി കുടുംബത്തിലെ ഒരാള് ആ ഗ്രേവിനെ 4-5 തവണ 3 തവണയും കണ്ട് തട്ടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെ കുഴിക്കാൻ തുടങ്ങണം. അവർ കുഴിക്കാൻ തുടങ്ങും. ഈ കുഴിക്കുന്ന സമയത്ത് തന്നെ പന്നികളെയും വെട്ടുന്നുണ്ട്. ആ കോഴിയെ കടിച്ച് മന്ത്രവാദി ചോരയും കുടിക്കും. അങ്ങനെ കുഴി മാന്തി അവസാനം ശവപ്പെട്ടിക്ക് അരികിലേക്ക് ഇവരെത്തി. പണിക്കാരെ മാറ്റി നിർത്തിയിട്ട് പാപ്പനും ശ്രീനിയും കൂടി ആ ശവപ്പെട്ടി പരിശോധിച്ചു നോക്കും. അതൊരു പ്രത്യേകതരം ശവപ്പെട്ടിയാണ്. സാധാരണ സാധനമല്ല. റോയൽ ഫാമിലികളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ശവപ്പെട്ടിയാണത്. തോണ്ടി അതിനെ അവർ പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുന്നു. നേരെ കത്തിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുഴിയിലേക്ക് നാണയത്തൊട്ടും വലിച്ചെറിയുന്നുണ്ട് നമ്മുടെ പാപ്പൻ. എന്നിട്ട് ശ്രീനിയോട് എല്ലാം കഴിഞ്ഞു എന്ന് ധരിക്കരുത്, സൂക്ഷിച്ചു വേണം പോണ്ടത്, ആ ബോഡിയായിട്ട് സൂക്ഷിച്ചു പൊക്കോ, ഞാൻ പുറകെ തന്നെ വരുന്നുണ്ടെന്ന് പറയും. ശ്രീനിയാണ് ബോഡി കൊണ്ടുപോകുന്നത്. അവര് പുറപ്പെട്ട് കഴിയുന്ന സമയം ഇവിടെ കുഴി മാന്തിയ ആൾക്കാര് കുഴിയിൽ വേറെ എന്തെങ്കിലും ഇനി ഉണ്ടോന്നറിയാൻ വേണ്ടി മണ്ണിലൊക്കെ കുത്തി നോക്കുന്ന സമയം ഒരു പാമ്പിനെ കണ്ട ഉടനെ ഒരു പണിക്കാരൻ അതിനെ ഒറ്റ കുത്തിന് തുണ്ടാക്കി കളയും. ഈ തുണ്ടായ പാമ്പ് അതിന്റെ മുഖം ഒരു സ്ത്രീയുടേത്. ഒരു പെണ്ണ് അലറി കരയുന്ന ശബ്ദമാണ് കേൾക്കുക. ഇയാള് പേടിച്ചു കളയും. ആ ശബ്ദം കാട് മുഴുവൻ പരക്കുന്നുണ്ട്. എന്താ പറ്റിയതെന്ന് ഒരു നിമിഷം ആർക്കും ഒന്നും മനസ്സിലാവില്ല. മേഘങ്ങൾ ഇരുണ്ടു തുടങ്ങി. ഇവർ ആ ശവപ്പെട്ടിയും കൊണ്ട് പോകുന്ന വഴിയെ കാർമേഘങ്ങൾ ഇവരെ പിന്തുടർന്ന് മഴ പെയ്യിക്കാൻ തുടങ്ങും. പെരുമഴ. പാപ്പൻ എല്ലാവരുടെ വണ്ടിയും സൈഡാക്കാൻ പറഞ്ഞിട്ട് പണക്കാരനോട് പറയും, മഴയുള്ള സമയത്ത് ഡെഡ് ബോഡി സംസ്കരിക്കാൻ പാടില്ല, അത് ആത്മാവിന് ശാന്തി നൽകില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് അറിഞ്ഞില്ല. മഴയുള്ള സമയത്തും സംസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ നാട്ടിൽ മഴയുള്ള സമയത്ത് സംസ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് മഴ നിൽക്കുന്നത് വരെ നമുക്കിപ്പോൾ തൽക്കാലം ക്രിമേഷൻ മാറ്റി വെച്ചിട്ട്, അതായത് കത്തിക്കുന്നത് മാറ്റി വെച്ചിട്ട് ഒരു ആശുപത്രിയിലേക്ക് ബോഡി മാറ്റാം. പക്ഷെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അവർ സമ്മതിക്കില്ലല്ലോ. എന്നാൽ ഇവർക്ക് കണക്ഷനുള്ള ആശുപത്രി ആയതുകൊണ്ട് അവിടുത്തെ മോർച്ചറിക്കാരന് കുറച്ച് പണവും കൊടുത്ത് ഇവരതിനകത്തേക്ക് ഈ പെട്ടി കൊണ്ടുപോകും. അപ്പോഴും നമ്മുടെ അമ്മൂമ്മ ബോഡി കത്തിക്കാൻ, അതായത് ആ പെട്ടി കിടക്കുന്ന ആളുടെ മോള്, പുള്ളിക്കാരിക്ക് കത്തിച്ചു കളയാൻ മനസ്സില്ല. കത്തിച്ചു കളയണോ സംസ്കരിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കാം. സംസ്കരിക്കാനാണ് എൻ്റെ താല്പര്യം, മറ്റൊരു സ്ഥലത്ത് കുഴിച്ചു മൂടാൻ. അതുകൊണ്ട് നീ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് അമ്മൂമ്മ അവിടുന്ന് പോകും. നമ്മുടെ പാപ്പൻ ആ പെട്ടിയെ വെള്ളത്തുണിയിട്ട് കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വരികയാണ്. ഇതാ ശവപ്പെട്ടി എടുത്ത കുന്നിൻ ചെരുവിലുള്ള പഴയൊരു അമ്പലമാണ്. പാപ്പൻ അവിടെ വന്നിട്ട് അവിടെയുള്ള ഒരു മുത്തശ്ശനോട്, ഇതൊരു പഴയ അമ്പലമല്ലേ, ഇപ്പൊ ഇവിടെ പൂജയും കാര്യങ്ങളൊന്നും നടത്തുന്നില്ലേന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ ആരാണ് എന്ന നടത്തിപ്പുകാരൻ ചോദിക്കുമ്പോൾ പാപ്പൻ ഇവിടെ അടുത്തുള്ള ഒരു ബോങ്സുവ ടെമ്പിളിലാണ് അങ്ങേര് പഠിച്ചത്. അറിയപ്പെട്ട ഒരു ടീച്ചറുടെ ഒരു മോങ്കിന്റെ കീഴിൽ തന്നെ. പുറം നാട്ടുകാരനല്ല എന്നറിഞ്ഞോടുകൂടി ആ നടത്തിപ്പുകാരൻ യാഥാർത്ഥ്യമായിട്ട് പുള്ളിയോട് സംസാരിക്കും. ഇതൊരു 100 വർഷം പഴക്കമുള്ള ടെമ്പിളാണ്. പക്ഷെ പൂജയും കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിർത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഒരു സ്റ്റോർ റൂമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അപ്പാപ്പൻ ചോദിക്കും, ഈ ടെമ്പിളിലെ മൂത്ത സന്യാസിയുടെ പേര് കിസു എന്നായിരുന്നോ ആദ്യകാല സന്യാസിയുടെ പേര്? ഞാൻ അങ്ങനെയാണ് കേട്ടത് എന്ന് പറയുമ്പോൾ ആ കാര്യസ്ഥൻ, അങ്ങനെ വരാൻ വഴിയില്ല, മോങ്ക് വോങ് ബോങ് എന്നാണ് ശരിക്കുള്ള ഈ ടെമ്പിളിന്റെ പഴയ സന്യാസിയുടെ പേര്. നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കണമെന്ന് ചോദിക്കുമ്പോൾ പാപ്പൻ പറയും, താ കാണുന്ന കുന്ന് കണ്ട മൗണ്ടെയിൻ, അവിടെ ഒരു കല്ലറയുണ്ട്. അത് കേട്ടുടനെ കാര്യസ്ഥൻ, അതെ ഞാനും കേട്ടിട്ടുണ്ട്, ഒരുപാട് റൂമേഴ്സ് കേട്ടിട്ടുണ്ട്, ആ കല്ലറയെ പറ്റി ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നാട്ടിലെ തന്നെ വലിയ പണക്കാരൻ്റെതായിരുന്നു ആ കല്ലറ. ആ കാലത്ത് ഒരുപാട് കല്ലറ കൊള്ളക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പിടിക്കപ്പെട്ടു. ഈ പിടിക്കപ്പെട്ട ആൾക്കാരെ പട്ടാളക്കാരെന്താ ചെയ്തതെന്നറിയില്ല. അവരന്ന് ഉപയോഗിച്ച, ആ കൊള്ളക്കാരുപയോഗിച്ച ചില സാധനങ്ങൾ ഇപ്പോഴും ഇവിടെ സ്റ്റോർ റൂമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യസ്ഥൻ ചില ഇരുമ്പ് റാഡുകളും ആയുധങ്ങളും കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്തുകൊണ്ടാണ് നീ ആ ഗ്രേവിനെ കുറിച്ച് ചോദിക്കണേ എന്ന് പറയുമ്പോൾ പാപ്പൻ പറയും, ഞാൻ ഇന്ന് ആ ഗ്രേവ് കുഴിച്ച് ശവപ്പെട്ടി പുറത്തെടുത്തു. ഇതങ്ങേര് പറഞ്ഞു തീരുന്ന സമയം ഇവിടെ ആശുപത്രിയില് മോർച്ചറിയിലെ നടത്തിപ്പുകാരൻ ഈ പെട്ടി പഴയ പെട്ടിയാണെന്ന് അറിയുമ്പോൾ
അതിനകത്ത് ഇനി വല്ല സ്വർണവും കാണോ, ഉണ്ടെങ്കിൽ അടിച്ചു മാറ്റാന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീനി കഴിക്കാൻ പോയ തക്കം നോക്കി ആ പെട്ടി തുറക്കാൻ ശ്രമിക്കും. ഈ നേരത്താണ് മോർച്ചറിയിലേക്ക് നമ്മുടെ മന്ത്രവാദികൾ വരുന്നത്. അവര് തുറക്കല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരിഞ്ച് ഇയാൾ തുറന്നു കഴിഞ്ഞു. ഉടനെ അതിനകത്ത് നിന്നൊരു പ്രത്യേക ശക്തി പുറത്തേക്ക് പാഞ്ഞു പോകും. അതിന്റെ വേഗത കൊണ്ട് തന്നെ നമ്മുടെ ലേഡി മന്ത്രവാദി ബോധം കെട്ട് വീണു കഴിഞ്ഞു. ഇവരുടനെ വിളിച്ച് പറയുകയാണ് പാപ്പനോട് ആ ശവപ്പെട്ടി തുറക്കപ്പെട്ടു എന്ന്. അങ്ങേര് ധൃതിപ്പെട്ട് ഓടി വരുമായിരിക്കും ആശുപത്രിയിലേക്ക്. മന്ത്രവാദി പെണ്ണ് ഇപ്പൊ ആശുപത്രിയിലാണ്. അവളുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ആ പെട്ടിയിൽ നിന്ന് പുറത്തു വന്നതെന്തോ അത് ഭയാനകമായ മാരകമായ ഒരു ഈവിൾ ശക്തിയാണ്. ഇതവൾ പറഞ്ഞു തീരവേ ഇവിടെ പണക്കാരന്റെ വീട്ടില് പണക്കാരന്റെ ഡാഡി പുള്ളിക്കാരനോട് ആരോ മോനെ കതക് തുറക്ക്, മോനെ വാതില് തുറക്ക് എന്ന് പറയുന്നുണ്ട്. ഉടനെ പുള്ളിക്കാരൻ അച്ഛാ നിങ്ങൾ വന്നോ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് വാതില് തുറന്നു കൊടുക്കും. ഒരു ശക്തമായ കാറ്റകത്തേക്ക് അടിക്കുന്നു. കണ്ണാടിയിലൂടെ ഒരു കരിഞ്ഞ രൂപത്തെ കാണാം. ഈ നേരം ഒന്നും അറിയാതെ അമ്മച്ചി പാട്ടും വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഈ അപ്പൂപ്പന്റെ ഭാര്യ. ഇവിടെ മുത്തശ്ശനോട് ആ ആത്മാവ്, നിങ്ങളിവിടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ വിശന്ന് ദാഹിച്ചിരിക്കുകയായിരുന്നു, നിങ്ങളത് മനസ്സിലാക്കിയില്ലാണ്. ഈ അപ്പൂപ്പൻ ക്ഷമിക്കൂ അച്ഛാ എന്ന് പറയുന്ന സമയത്ത് തന്നെ ആ പ്രേതം ഈ അപ്പൂപ്പന്റെ ഹൃദയത്തിൽ പിടിച്ചമർത്തുന്നുണ്ട്. അങ്ങേര് മരണപ്പെട്ടു. അടുത്തത് ഇവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അമ്മച്ചിയുടെ കൂടെ ഒരു രൂപം ഇപ്പൊ കളിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡ് ആ രൂപം അമ്മച്ചിയെ നിലത്തിട്ട് ചങ്കിനമർത്തി കൊല്ലുമായിരിക്കും. ഈ സമയത്ത് മന്ത്രവാദി പാപ്പനോട്, ടീച്ചർ നിങ്ങൾ എത്രയും പെട്ടെന്ന് സോളിലേക്ക് പോയി ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കൂ, കാരണം ആത്മാവ് ആ കുടുംബത്തിലേക്കാണ് പോയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആ ആത്മാവിനെ തിരികെ വിളിച്ചു വരുത്താൻ ശ്രമിക്കാം. ആ ആത്മാവിന് പ്രതികാരമുള്ളത് സ്വന്തം രക്തപാരമ്പര്യത്തിലാണ്. അങ്ങനെ ടീച്ചർ പാപ്പനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇവര് മോർച്ചറിയിൽ ഇരുന്നു കൊണ്ട് ആ പ്രേതത്തെ തിരിച്ചു വരുത്താനുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യും. ഈ നേരത്ത് പണക്കാരൻ ഡാഡി അങ്ങേര് വേറെ ഏതൊരു ഫ്ലാറ്റിലാണ്. പുള്ളിക്കാരൻ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. അയാളുടെ അരികിലേക്ക് എന്തോ എത്തിയതുപോലെ. അപ്പോഴേക്കും ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ചെറുക്കം മന്ത്രവാദിയുടെ ശരീരത്തിലേക്ക് ആ ആത്മാവ് തിരികെ വന്ന് കടന്നുകൂടിക്കഴിഞ്ഞു. അതിനോട് ഹീറോയിൻ മന്ത്രവാദി ലേഡി അവള് ചോദിക്കും, മിസ്റ്റർ ഗ്രാൻഡ് ഫാദർ നിങ്ങൾ എന്തിനാണ് തിരികെ വന്നിരിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതിനത് ചിരിച്ചുകൊണ്ട് പറയും, എൻ്റെ കുട്ടികൾ, എൻ്റെ എല്ലാ കുട്ടികളെയും എനിക്ക് വേണം, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, അവരെ എല്ലാവരെയും ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാണ്. അതിനിവള് പറയും, അത് നടക്കാൻ പോകുന്നില്ല, തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, തിരിച്ച് കൂട്ടി കയറുന്നതാണ് നിനക്ക് നല്ലത്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ ചെറുക്കൻ ഛർദ്ദിക്കാൻ തുടങ്ങും. ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി, പുറത്തേക്ക് വീണ്ടും രക്ഷപ്പെട്ടുപോയി. ഈ നേരത്ത് പണക്കാരൻ ഡാഡിക്ക് ടീച്ചർ പാപ്പന്റെ കോള് വരും, തിലകൻ സാറിന്റെ. നിങ്ങൾ എവിടെയും പോകരുത്, ഫ്ലാറ്റിൽ തന്നെ ഇരിക്കൂ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ചില കുഴപ്പങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ ശരി എന്ന് പറയുമ്പോൾ തന്നെ കതകിൽ ആരോ മുട്ടുന്നുണ്ടാവും. ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇതേ പാപ്പന്റെ ശബ്ദം. ഫോണിൽ കൂടെ ഒരാൾ സംസാരിക്കുന്നു, കതക് മുട്ടി മറ്റൊരാൾ സംസാരിക്കുന്നു. അതേ പാപ്പൻ, കതക് തുറക്കൂ, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഉടനെ ഫോണിൽ കൂടെ, കതക് തുറക്കല്ലേ, അത് ഞാനല്ല, പുറത്തുള്ള ആള്, അച്ഛന്റെ പെട്ടി തുറക്കപ്പെട്ടു, ചില കുഴപ്പങ്ങളുണ്ട്, കതക് തുറക്കൂ. ഫോണിൽ കൂടെ, വേണ്ട, കതക് തുറക്കരുത്, അത് ഞാനല്ല, ആപത്താണ്, കതകിൽ നിന്ന് മാറി നിൽക്ക്, എങ്ങും പോകരുത്, ഞാൻ പറയുന്ന കേൾക്ക്, ആദ്യം കുറച്ച് കാറ്റകത്തേക്ക് വരട്ടെ, മുറിക്കകത്തേക്ക് കുറച്ച് കാറ്റ് വരട്ടെ, വിൻഡോ തുറക്കുന്ന് ഫോണിൽ കൂടെ പാപ്പൻ പറയുന്നുണ്ട്. ഇങ്ങനെ വിൻഡോ തുറന്ന ഉടനെ അയാളുടെ മുകളിലായിട്ട് സീലിംഗിലൊരു രൂപം, അത് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഭാഗ്യത്തിന് ഹോട്ടലുകാര് ഡോറ് തുറന്നു കൊടുത്തിട്ട് ശരിക്കുള്ള പാപ്പൻ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞു. അപ്പൊ ഇയാൾ ടേബിളിന്റെ മണ്ടയിൽ പ്രേതം തല്ലിയ അവസ്ഥയിൽ നിൽപ്പുണ്ട്. എന്നിട്ട് ഈ പഴയ പട്ടാളക്കാരുടെ പ്ലഡ്ജ് എന്തൊക്കെയോ പറയുന്നുണ്ടാവും. മുതുമുത്തശ്ശൻ പഴയ കമാൻഡർ ആയിരുന്നു. അയാൾ ആ പ്ലഡ്ജും പറഞ്ഞിട്ട് ചോര ഛർദ്ദിക്കാൻ തുടങ്ങും. പിന്നെ ആള് ശാന്തനായി. പാപ്പൻ ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കാൻ പറയും. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് പെട്ടി കത്തിക്കണം. പെട്ടിക്കകത്ത് ബോഡിയും ഉണ്ട്. മഴയോ വെയിലോ ആ പെട്ടിയും ബോഡിയും കത്തിച്ചാലേ ആത്മാവ് മറഞ്ഞു പോവുള്ളൂ, ഈ ഭൂമി ഇല്ലാതാവുള്ളൂ. അതിനാദ്യം ആ മുത്തശ്ശി ഓക്കെ പറയണം. അതിപ്പോ ചെക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നേരം പ്രേതം വിട്ടുപോയി എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ പണക്കാരൻ ഒരുപാട് വെള്ളം കുടിക്കുന്നു. അയാൾ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പറയും, ദ ഫോക്സ് കട്ട് ഓഫ് ദ ടൈഗർ വേസ്റ്റ്, കുറുക്കൻ പുലിയുടെ കൈത്തണ്ട വെട്ടി, അങ്ങനെ എങ്ങാണ്ടാണ് പറയുന്നത്. തണാവും പോപ്രത്. ഇയാളിത് പറഞ്ഞു 360 ഡിഗ്രിയിൽ തലതിരിച്ച് കഴുത്തൊടിഞ്ഞ് നിലത്തേക്ക് വീഴും. ഈ സമയത്ത് മറ്റൊരു വീട്ടിലാണ് ആ മുതുമുത്തശ്ശന്റെ മോള് മുത്തശ്ശിയും കുടുംബവും ഉള്ളത്. ഭാഗ്യത്തിന് അങ്ങോട്ട് ആത്മാവ് എത്തിയിട്ടില്ല. ആത്മാവ് ഈ ചെറിയ കുഞ്ഞിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്. പാപ്പൻ ഓടി മാനേജർ അടുത്ത് വന്നിട്ട് പറയും, എത്രയും പെട്ടെന്ന് അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കേ, ഉടനെ തന്നെ കത്തിച്ചു കളയണം ആ പൊടി. നിങ്ങളുടെ ബോസിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ലേ, ആ കുഞ്ഞു ആപത്താണ്. ആത്മാവ് ഇപ്പോൾ കുഞ്ഞിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് പെർമിഷൻ വാങ്ങിക്കാൻ പറയും. ഈ നേരം ബാക്കി ശിങ്കടന്മാര് ആ പെട്ടി കത്തിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പെർമിഷൻ കിട്ടണം, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേറെ വഴിയില്ല, ആ കുഞ്ഞിന്റെ ജീവനെങ്കിലും ബാക്കി നിൽക്കണമെങ്കിൽ അനുവാദം കൊടുത്തേ തീരൂ എന്ന് പറയുമ്പോൾ അമ്മച്ചി അനുവാദം കൊടുക്കും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ.
ഈ നേരത്തെ ആത്മാവ് കുഞ്ഞിന്റെ അരികിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കൈകറക്കി കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് കൂട്ടുകയാണ്. കുഞ്ഞു കടന്ന് പെടയുന്നുണ്ടാവും. അപ്പോഴേക്ക് അമ്മച്ചി ശരി കത്തിച്ചോളൂ എന്ന അനുവാദം കൊടുത്ത ഉടനെ ഇവർ സ്വിച്ച് അമർത്തും. കത്താൻ തുടങ്ങി. പെട്ടിയും ബോഡിയും കത്താൻ തുടങ്ങി. അങ്ങനെ ശരീരം കത്തി ചാമ്പലാകവേ ആത്മാവ് മെല്ലെ മെല്ലെ അപ്രത്യക്ഷനായി പോവും. അതിന്റെ ശക്തിയും മാഞ്ഞുപോയി. ഭാഗ്യത്തിന് കുട്ടി രക്ഷപ്പെട്ടു. എന്നാൽ കുട്ടിയുടെ അപ്പൻ മരണപ്പെട്ടു. അങ്ങനെ ആ കഥ ഉണ്ടായി. ഭാഗ്യത്തിന് അവിടെ ഇന്റർവെല്ല് വിട്ടു. ഇനി അടുത്ത എന്താണ് കഥ? ഈ കുഴിയെടുത്ത 5 പന്നിവെട്ടുകാരില്ലേ, അതിലെ ഒരാളുടെ അവസ്ഥ ഗുരുതരാണ്. അയാള് നമ്മുടെ ടീച്ചറായ പാപ്പനെ വിളിക്കും വീട്ടിലേക്ക്. പുള്ളിക്ക് ആകെ സുഖമില്ല. കണ്ണീന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. ആശുപത്രിയിൽ പോയിട്ടും ഗുണാവുന്നില്ല. പേടിച്ചരണ്ടിരിക്കുക. ഞാൻ ഒരിക്കലും ആ ഗ്രേവ് തൊടാൻ പാടില്ലായിരുന്നു. അത് കുഴിക്കുന്ന സമയത്ത് ഞാനൊരു പാമ്പിനെ കണ്ടിരുന്നു. ഞാൻ അതിനെ വെട്ടി തുണ്ടാക്കി. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. ആ തുണ്ടായ പാമ്പിനെ കണ്ടുപിടിച്ച് എന്നെ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു ടീച്ചർ, എന്നെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങും. സോ അതിന് പിന്നിലെ രഹസ്യം തേടി പാപ്പം വീണ്ടും ആ ഗ്രേവുള്ള കുന്നിലേക്ക് വരുന്നു. കുഴിമാടം തോണ്ടുന്നതിന് മുന്നേ ആയിട്ട് ശരീരത്ത് ഉപ്പ് വെതറുന്നുണ്ട്. എന്തെങ്കിലും ഇൻഫെക്ഷൻ പിടിക്കാതിരിക്കാനായിരിക്കും. ഇങ്ങനെ ഇറങ്ങി തോണ്ടവേ ആ പാമ്പിന്റെ മുറിഞ്ഞു പോയ ശരീരം കാണും. അതിലൊരു മനുഷ്യ സ്ത്രീയുടെ മുഖം. ഇത് കണ്ട് പാപ്പൻ ഞെട്ടി പുറകിലേക്ക് മാറുമ്പോഴാണ് തൂമ്പ ഇടിച്ച് അടിയുന്നൊരു കനത്ത പെട്ടിയുടെ ശബ്ദം കേൾക്കുക. വീണ്ടും ഒരു ശവപ്പെട്ടി. ഉടനെ അങ്ങേര് ബാക്കിയുള്ള മന്ത്രവാദി ടീമുകളെ വിളിച്ചിട്ട് അതേ ഗ്രേവിൽ തലകുത്തനെയായി മറ്റൊരു ശവപ്പെട്ടി കൂടി കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങൾ എത്രയും പെട്ടെന്ന് വരാൻ പറയും. ഇവരെല്ലാം വന്ന് വീണ്ടും ആ പെട്ടി കുഴിച്ചു നോക്കവേ അത് തുറക്കാൻ പാടില്ലാത്ത രീതിയിൽ മുള്ളു കമ്പിയൊക്കെ ഇട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. എന്താണാവോ അത്? ഇതെടുക്കണോ വേണ്ടയോ എന്നുള്ള സംശയം. ഓൾറെഡി എടുത്തൊരു പെട്ടിന്ന് ഇവര് പെട്ട അവസ്ഥ. അതിപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് തൊടണ്ട എന്ന ലേഡി മന്ത്രവാദി പറയും. അപ്പൊ പാപ്പൻ എന്തായാലും ഇത്രയും കുഴിച്ച് ഇയാളെ കണ്ടുപിടിച്ചതല്ലേ, ഇതിങ്ങനെ ഇവിടെ വിട്ടിട്ട് പോകണ്ട, നമുക്കിതും കൊണ്ടുപോയി കത്തിച്ചു കളയാം, അല്ലെങ്കിൽ ഇതെന്താണെന്ന് അറിയാവുന്നവരോട് ചോദിക്കാം. അവരങ്ങനെ വലിയ കയറും കപ്പിയെല്ലാം കൊണ്ടുവന്ന് ഈ പെട്ടി വലിച്ചെടുക്കും. ഇത് കണ്ടുനിന്ന കുർക്കന്മാരെല്ലാം പേടിച്ചോടുന്നുണ്ട്. ഈ പെട്ടിയാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ സൈസല്ല, ഒരു 10-12 അടി പൊക്കം കാണും. അതെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവർ വലിച്ചെടുത്തുകൊണ്ട് വന്ന് വണ്ടി കെട്ടി കൊണ്ടുപോവാണ്. കൊണ്ടുപോയി ആദ്യം നമ്മുടെ പഴയ അമ്പലമില്ലേ, ആ കാര്യസ്ഥന്റെ അമ്പലം, അവിടെ കൊണ്ടുപോയി വെക്കാൻ തീരുമാനിക്കും. ഇന്നൊരു ദിവസത്തേക്ക് ഈ പെട്ടി ഇവിടെ വെക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങൾ എന്തായാലും അത് കുഴിച്ചെടുത്തു കഴിഞ്ഞു. അങ്ങേരും അനുവദിക്കും. ഒരു സ്റ്റോർ റൂം കാണിച്ചു കൊടുക്കും. ഇതെന്താണെന്നറിയാതെ എന്തായാലും നിങ്ങളത് തുറക്കാൻ ശ്രമിക്കേണ്ടെന്ന് പറയും. ഇവർ ശരിയെന്ന് പറഞ്ഞ് സേഫ്റ്റിക്ക് അരിയും കുതിരയുടെ രക്തവും ഈ പെട്ടിക്ക് ചുറ്റും ഒഴിച്ചു വിതറുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ മുത്തശ്ശിയെ വിളിച്ചു വരുത്തും. അവരോട് ചോദിക്കും, നിങ്ങളുടെ അച്ഛന്റെ ശവപ്പെട്ടിക്ക് താഴെയായി ഈ ശവപ്പെട്ടി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് വല്ലതും നിങ്ങൾക്കറിയോ? ആ മുത്തശ്ശി പറയും, എനിക്കറിയില്ല, അങ്ങനെ ഒരു സംഭവമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞേനെ. ഇത്രയും മോശപ്പെട്ട സ്ഥലത്ത് എന്തുകൊണ്ട് എൻ്റെ അച്ഛന്റെ ശവശരീരം അവരടക്കിയെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ പാപ്പൻ പറയും, നിങ്ങളുടെ അച്ഛൻ വലിയ കമാൻഡറായിരുന്നു, പക്ഷെ ഈ നാട് അങ്ങേര് ശത്രുക്കൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് ഈ നാട്ടിലെ സന്യാസിമാര് അങ്ങേരെ ശപിച്ച് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. അത് നിങ്ങൾക്കറിയില്ലേ? അമ്മൂമ്മ പറയും, അറിയാം. ആ സന്യാസിയുടെ പേര് കിസോൺ എന്നായിരുന്നു. പക്ഷെ ആ സന്യാസി കൊറിയനല്ല, ജാപ്പനീസ് ആണ്. ശരിക്കുള്ള പേര് ചുഞ്ചി മുറയാമ. അത് വേറെ ഏതോ പേരാണ്, വേറെ ഏതോ ആള്. പഴയൊരു ഫോട്ടോസ് ഉണ്ട്. ആ സന്യാസിക്ക് ഈ നാടിന്റെ എല്ലാ അതിർത്തികളും അറിയാം. ആ സന്യാസിക്ക് അച്ഛന് ഇഷ്ടമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അങ്ങേരെ കുഴിച്ചിട്ടത്? അതെന്തായാലും അറിയുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കൂ. ആ പെട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചി തിരിച്ചു പോയി കളയും. ഇവരാ പാമ്പിന്റെ കുഴിന്ന് കിട്ടിയ പാമ്പിന്റെ ശരീരമൊക്കെ എടുത്ത് കത്തിച്ച് അതിന് ശാന്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പെട്ടിക്കകത്ത് എന്താണെങ്കിലും നാളെ തന്നെ നമുക്കത് കത്തിച്ചു കളയാം, അതാണ് നല്ലതെന്ന് അപ്പൂപ്പൻ പറയും. ശ്രീനി അതന്നെയാ പറയുക, മതി തൊല്ല, നമുക്കത് കത്തിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞ ഒരു ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടന്നു. ഈ സമയത്ത് മന്ത്രവാദി ലേഡി മാത്രം കാറിയിരുന്ന് അവളുടെ അമ്മൂമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഇവളൊരു മന്ത്രവാദി ആകാൻ കാരണം അമ്മൂമ്മയാണ്. അമ്മൂമ്മയുടെ ആത്മാവ് എപ്പോഴും ഇവൾക്ക് പുറകിൽ ഒരു ബലമായിട്ടുണ്ടാകും. ഇപ്പം എന്തോ ഒരു കുഴപ്പമുണ്ട് അമ്മൂമ്മ, എന്താണത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്ത് ആ മന്ത്രവാദി ചെറുക്കന്റെ മേത്ത് ഈ അമ്പലത്തിലെ കാര്യസ്ഥൻ ശരീരം മുഴുവൻ രക്തമായി എന്റെ ലിവർ അവൻ എടുത്തു എന്ന് പറഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുക. അതവൻ കണ്ട സ്വപ്നമാണ്. ഞെട്ടിപ്പേടിച്ചവൻ എഴുന്നേൽക്കും. ഈ കാര്യസ്ഥന് എന്തു പറ്റിയെന്നറിയാൻ വേണ്ടി അയാളെ മുറി ചെന്ന് നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. ഈ അമ്പലത്തിനോട് ചേർന്നൊരു പന്നി ശാലയുണ്ട്, പുരയുണ്ട്. അവിടെ നിന്ന് പന്നികൾ കരയുന്ന ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ കുറേ പന്നികൾ ചത്ത് കിടക്കുക. എന്തോ ഒരു രൂപം കാര്യസ്ഥന്റെ ചോര കുടിക്കുന്നതായിട്ട് കാണാം. ഇവൻ പേടിച്ചോടി വന്ന് മന്ത്രവാദി ലേഡിയെ വിളിക്കും, വേഗം പുറത്തേക്ക് വാ, അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ഇവളിറങ്ങാൻ നേരം അമ്മൂമ്മ അവളുടെ കൈ പിടിക്കുന്നതായിട്ട് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും മൂടി വന്ന് ആ ശവപ്പെട്ടി നോക്കവേ പെട്ടി പൊട്ടിച്ച് എന്തോ ഒന്ന് അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. എന്താ സംഭവിച്ചെന്നറിയില്ല. ഞാൻ പെട്ടെന്ന് ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കാന്ന് പറഞ്ഞ് ഈ ചെറുക്കനോടും. ഇവള് നോക്കുമ്പോൾ ആ പെട്ടിക്കകത്ത് നിന്നും ഒരു കിരീടം, ഒരു വാരിയറുടെ പോലത്തെ ഒരു കിരീടം കിട്ടും. അപ്പണ്ട്
10-12 അടി പൊക്കമുള്ള രൂപം ഇവരെ പണിശാലയുടെ കതകിന് മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇവിടെ ആരെങ്കിലും മനുഷ്യന്മാരുണ്ടോ, ഇവിടെ മനുഷ്യരുണ്ടോ എന്ന് കനത്ത സ്വരത്തിൽ അത് ചോദിക്കും. ഇവളുടനെ കുനിഞ്ഞിരുന്ന്, ഇല്ല അടിയൻ, ഇല്ല അങ്ങൊന്നേ, ഇവിടെ മനുഷ്യരില്ല, ഞാൻ നിങ്ങളുടെ സേവകനാണ്, സേവകിയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ രൂപം പറയും, ഞാൻ എൻ്റെ ഹെൽമെറ്റ് തപ്പി വന്നതാ, അല്ലെങ്കിൽ പോലീസ് പിടിക്കും, അകത്തുണ്ടോ ഹെൽമെറ്റ്? ഇവളതുണ്ടെന്ന് പറയവേ ഈ രൂപം പൊരയുടെ മണ്ടയ്ക്ക് ചാടിക്കേറി ഇവളെ സൂക്ഷിച്ചു നോക്കും. ഇവളൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇവളെ പുറകെ ഇവളെ കടിച്ച് തിന്നാൻ വേണ്ടി അത് ഓടി വരവേ നമ്മുടെ ചെറുക്കൻ ഒരു കമ്പിപ്പാര കൊണ്ടുവന്ന് അതിനെ കുത്തിയിടാൻ നോക്കും. കുത്തിയിട്ട് കേറുന്നില്ല. അവൻ ഓടിക്കോ എന്ന് ഇവളോട് പറഞ്ഞ് തീരുമ്പോഴേക്കും ആ രൂപം, ആ പെരുംസാത്താൻ അതിന്റെ കൈ കൊണ്ട് ഇവന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കി ലിവറെങ്ങാണ്ട് ഡാമേജ് ആക്കി. ചെറുക്കം ബോധമില്ലാതെ നിലത്തേക്ക് വീണു. അത് കഴിഞ്ഞത് ഈ പെണ്ണിനെ ആക്രമിക്കാൻ വരവേ ആ പെണ്ണിന് ചുറ്റുമുള്ള രൂപങ്ങളൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഉടനെ ഒരു തീഗോളമായി അത് മാറിയിട്ട് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാണ്. അപ്പോഴേക്കും മാസ്റ്ററും അനുയായിയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞു. അവര് നോക്കുമ്പോൾ ഈ തീഗോളം കറങ്ങി ചുറ്റി തിരിഞ്ഞ് എങ്ങോട്ടോ വാൽ നക്ഷത്രം പോലെ ഒരൊറ്റ പോക. ചെക്കന്റെ ബോധം പോയി, വയറ് കീറി കിടക്കുകയാണ് അവൻ. അവനെ എടുത്ത് ഇവരെ ആശുപത്രിയിലേക്ക് ഓടും. ഈ നടന്ന സംഭവം എല്ലാം കണ്ട് മാസ്റ്റർ അനുയായിയും 2 പേർക്കും 360 ഡിഗ്രി പനി പിടിച്ചിരിക്കുക. ആ നാട്ടിലെ ഒരുപാട് പന്നികളെ ഏതോ മൃഗം പിടിച്ചിട്ടുണ്ട്. ആ പന്നികളെ നോക്കുന്നവരെയും ആ മൃഗം കൊന്നിരിക്കുന്നു. ഈ ന്യൂസ് TV-യിൽ ഓടുന്നുണ്ടാവും. കാട്ട് കരടിയാണെന്നാണ് നാട്ടുകാർ വിചാരിച്ചിരിക്കുക. അത് കഴിഞ്ഞ് മന്ത്രവാദി നമ്മുടെ പാപ്പനോട് പറയും, ആത്മാക്കൾ അൺസ്റ്റേബിൾ ആയിരിക്കും, പ്രേതങ്ങൾക്കാണെങ്കിൽ ഫിസിക്കൽ ബോഡി ഉണ്ടാവില്ല. ഹ്യൂമൻ ബോഡിയുള്ള ഒരു സ്പിരിറ്റിനെ ഇല്ലായ്മ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. ഇത് സോളോ സ്പിരിറ്റോ അല്ല, മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ആത്മാക്കൾ കൂടി കലർന്നൊരു മിശ്രിതമാണത്. അവരെ നാട്ടിലെ ഒരു പഴം പുരാണം അനുസരിച്ച് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ പവർ ഓഫ് നേച്ചറാണ്. വാട്ടർ, ഫയർ, വിൻഡ്, എർത്ത് ഇതെല്ലാം കലർന്നത്. ഒരു പ്രത്യേക സ്ഥലമോ പ്രതിഭാസമോ ആയിരിക്കും അതിന്റെ സ്ഥാനം. സോൾ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ ആത്മാവ്. അത് മരണത്തിന് ശേഷവും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തോടെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നാൽ ഇത് രണ്ടും കൂടി കലർന്നാലോ? അങ്ങനൊരു സംഭവത്തിനെ ആരോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എവിടുന്നാണ് വന്നത്? അതെന്തുകൊണ്ടാണ് ഈ പാർക്ക് കുടുംബത്തിന്റെ കല്ലറയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവരിതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പറയുക, സംഗതി കുറച്ച് സീരിയസ് ആണ്, പയ്യന്റെ ഓർഗൻസിന് ഡാമേജ് ഉണ്ട്, ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. ഇത് കഴിഞ്ഞ് നമ്മുടെ പാപ്പൻ നേരെ ആ പഴയ ടെമ്പിളിലേക്ക് വീണ്ടും വരും. എന്നിട്ട് ആ കല്ലറ തോണ്ടുന്ന കൊള്ളക്കാരില്ലേ, അവര് വിട്ടിട്ട് പോയ സാധനങ്ങൾ അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ്. അതിൽ നിന്നൊരു പുസ്തകം ഇങ്ങനെ കിട്ടും. ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയ്ക്ക് പുറകില് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ സഖാക്കൾ, അയൺ ബ്ലഡ് ഓർഡർ എന്നെഴുതിയിരിക്കുന്നു. ഏതോ പോർ വീരന്മാരാണ്. ഈ നേരത്ത് ആശുപത്രിയിൽ മന്ത്രവാദി ചെറുക്കന് അടുത്ത ഓപ്പറേഷൻ നടത്തണം. പക്ഷെ ആ ഓപ്പറേഷൻ നടത്തുന്നതിന് മുന്നേ അവന് ബോധം വന്നാൽ മാത്രമേ അത് നടത്താൻ പറ്റുള്ളൂ. അതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നിവർ പറയുമ്പോൾ ഈ പയ്യന്റെ ബോധം വരുത്താൻ വേണ്ടിയും അവനിലേതെങ്കിലും ആത്മാവ് കുടിയേറിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയും നമ്മുടെ ലേഡി മന്ത്രവാദി അവളുടെ അമ്മേനെയും അനിയത്തെയും വിളിച്ചു വരുത്തി ഇവരൊരു ഗെയിം കളിക്കും, മന്ത്രവാദ ഗെയിം. ഈ നേരത്ത് പാപ്പൻ പഴയ പട്ടാളക്കാരുപയോഗിച്ച ആയുധങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതിലെല്ലാം പലരുടെയും പേരുകൾ എഴുതിയിരിക്കുന്നു. ഈ കൊള്ളക്കാരെ പട്ടാളക്കാരെ പിടിച്ച ഫോട്ടോയാണ് അതിനകത്തുണ്ടായിരുന്നത്. ഇങ്ങേര് വീണ്ടും ആ കുഴിമാടത്തിൽ വരുന്നുണ്ട്. വന്ന് എന്തൊക്കെയോ തപ്പി നോക്കാണ്. ഈ നേരത്ത് മന്ത്രവാദി പെണ്ണും അമ്മയും പെങ്ങളും കൂടി ചെറുക്കന്റെ നെഞ്ചത്ത് ഒരു മന്ത്രം എഴുതി വെച്ച് ഇവര് തമ്മി സംസാരിക്കാൻ തുടങ്ങും. ഒരു ചർച്ച പോലെ. അപ്പൊ ഈ ചർച്ച കേട്ട് മെല്ലെ ഈ ചെറുക്കനും റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ ഇവര് ചോദിക്കും, നീ ആരാണ്? പയ്യൻ പറയും, മാസ്റ്റർ, എല്ലാത്തിൻ്റെയും മാസ്റ്റർ. നീ എങ്ങനെ മാസ്റ്ററായി? 10,000 ജനങ്ങളെ കൊന്ന് ഞാൻ മാസ്റ്ററായ ആളാണ്. അപ്പം നിന്റെ ഈ മാസ്റ്റർ ഇപ്പൊ എവിടെയാണ്? ചെറുക്കൻ ചിരിക്കുക. ഈ നേരത്ത് പാപ്പൻ ആ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അവിടെ എന്തേലും ഉണ്ടോന്നറിയാം. ആ കുഴിയിൽ ഈ ജട ഇരിപ്പുണ്ടാവും. പെട്ടിന്ന് രക്ഷപ്പെട്ടു പോയ ജഡം ആ കുഴി കിടക്കുക. നിങ്ങളെല്ലാവരും ചാകും എന്നും പറഞ്ഞ് നമ്മുടെ പയ്യൻ വീണ്ടും നിദ്രയിലാവും. ഇവരാ മന്ത്രപേപ്പർ കത്തിച്ചു കളയും. ഇതൊരു ജപ്പാൻ പ്രേതമാണ്. അതിന്റെ ഉഗ്രശക്തി നീ കണ്ടല്ലോ. വെറുതെ അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാതെ. അമ്മൂമ്മ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട. ഇത് നടപ്പിലാവണ കാര്യമല്ല എന്നും പറഞ്ഞ് അമ്മ മോളെ ചീത്ത പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോവുക. ഈ നേരത്ത് പാപ്പൻ ശ്രീനിയോട് വന്നിട്ട് പറയും, ഞാൻ വീണ്ടും ആ ഗ്രേവിൽ പോയിരുന്നു. അവിടെയുണ്ട് ആ സാത്താന്റെ രൂപം. താൻ എന്തിനാടോ വീണ്ടും അങ്ങോട്ട് പോകുന്നു? പൊല്ലാപ്പോള് വിളിച്ചു വരുത്തുകയാണോ എന്നും പറഞ്ഞ് ശ്രീനി ചീത്ത പറയാം. ആ പിശാച് പറഞ്ഞത് കുറുക്കന്മാര് കടുവയുടെ കൈവെട്ടിയെന്നാണ്. ഈ നാട് ചോസിയോന്റെ ഷെയ്പ്പ് ഒരു കടുവയെ പോലെയാണ്. ഒരു കടുവ നാടിനെ സംരക്ഷിക്കുന്ന പോലെ. ആ ഗ്രേവിൽ കണ്ട നമ്പേഴ്സ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ആ നമ്പർ വെച്ച് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് കടുവയുടെ കൈ ഭാഗത്താണ് ഈ കുഴിമാടം വന്നിരിക്കുന്നത്. അവിടെ വെട്ടിന്ന് പറയുമ്പോൾ ബാംബു ബ്രെഡിന്റെ സൈസിൽ ഒരു അയൺ നീഡിൽ ആ ഗ്രേവിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ മന്ത്രവാദി ചോദിക്കും, ഈ പണക്കാരന്റെ കുടുംബമായിട്ട് ഗ്രേവിന് എന്താ ബന്ധം? ഫോട്ടോ കാണിച്ചിട്ട് പാപ്പൻ പറയും, ഇത് പഴയകാല കൊറിയൻ ജാപ്പനീസ് വാറിന്റെ സമയത്ത് എടുത്ത ഫോട്ടോസാണ്. അതിലുള്ളത് കൊള്ളക്കാരല്ല,
നക്സലറ്റുകളാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന റോഡ് മറ്റെന്തോ ആണ്. ഈ അപ്പൂപ്പൻ വലിയ കമാൻഡോ ആയതുകൊണ്ട് തന്നെ അയാളുടെ ഗ്രേവിനടുത്തേക്ക് ആരും പോവില്ല. അതാണ് സത്യം. ശ്രീനി ചോദിക്കും, അപ്പൊ എന്തുകൊണ്ട് അവിടെ പ്രേതം വന്നു? എന്തുകൊണ്ട് അവർ പ്രേതമായിട്ട് മാറി? ഈ നേരത്തെ ആശുപത്രിയിലെ ചെറുക്കൻ, അവൻ നിന്റെ മാസ്റ്റർ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ചെറുക്കൻ പറയും, അങ്ങേരാണ് ജനറൽ, ആ സ്ഥലത്തിന്റെ കാവൽക്കാരൻ. ജാപ്പനീസിലാണ് ഈ ചെറുക്കൻ സംസാരിക്കുന്നത്. ഒരു ജാപ്പനീസ് പ്രേതം, കമാൻഡർ പ്രേതം. ഇതിന് പുറകിൽ ഒരുപാട് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. എന്തായാലും ജപ്പാനും കൊറിയയും തമ്മിൽ വലിയ യുദ്ധമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ അതിർത്തി പ്രശ്നങ്ങൾ വന്നിട്ട് ജപ്പാൻകാർ അയൺ നീഡിൽസ് പല സ്ഥലങ്ങളിലും അടിച്ചിറക്കിയിരുന്നു. അത് കൊറിയക്കാർ പറിച്ചു കളയും. ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായ എന്തോ ഒരു സംഭവമാണത്. നമുക്കത് നോക്കാം. എന്തായാലും ആ കുഴി മാന്തിയതുകൊണ്ട് ഒരുപാട് പേര് മരിച്ചില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ശ്രീനി പാപ്പനോട് ചോദിക്കും. ഒരു കാലത്ത് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുണ്ട്. അവര് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കുഴിയാണ് നമ്മൾ മാന്തിയത്. അതിന് പരിഹാരം കണ്ടെത്തേണ്ട കടമയും നമ്മളുടേതാണ്. ഹീറോയും പറയും, ആ പ്രേതം മെറ്റലുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ മെറ്റൽ, ആ നീഡിൽ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഈ പ്രേതം ഇല്ലാതാവില്ലേ? ഇവൾക്ക് ചില വിഷ്വൽസ് ഒക്കെ കാണും. ആ പ്രേതത്തെ ഇല്ലാതാക്കാൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്, നമുക്കത് പ്രയോഗിക്കാം എന്ന് അവൾ പറയും. എന്നിട്ട് ഈ ചെറുക്കനെ, മന്ത്രവാദി ചെറുക്കനെ നോക്കുമ്പോൾ അവന്റെ ശരീരം മുഴുവൻ ടാറ്റു ചെയ്തിട്ടുണ്ട്. ബുദ്ധിസത്തിലെ മന്ത്രങ്ങളാണെന്ന് തോന്നുന്നു. ഈ ടാറ്റു ചെയ്യാത്ത ഭാഗത്താണ് പ്രേതം കൈകുത്തി ഇറക്കിയിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കിയിട്ട് ഇവരെന്ത് ചെയ്യും, മോന്തയിലും ശരീരത്തും മുഴുവൻ ഈ മന്ത്രങ്ങൾ വരച്ചിട്ടാണ് പോവുക. അതൊരു ട്രാഫിക് പോലീസ് കാണുന്നുണ്ട്. ഞങ്ങൾ പുല്ല് വെട്ടാൻ വന്നവരാണ്, ചെറിയ പണിയുണ്ട്, ആ കുന്നിന്റെ മേളിൽ ചെറിയ പണിയുണ്ട്, കൊതുക് കടിക്കാതിരിക്കാൻ ക്രീം പുരട്ടിയിരിക്കുക, എത്രയും പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരെ കുന്നിന്റെ മണ്ടയിലേക്ക് വരുന്നു. ഈ പ്രേതത്തിന് രാത്രിയെ ശക്തി ഉണ്ടാവും, പകലിത് ഗ്രേവി വന്ന് ഉറങ്ങാണ് ചെയ്യുക. എന്നാ പിന്നെ പകൽ ഈ ശരീരം കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞൂടെ എന്നുള്ള സംശയം എനിക്ക് വന്നിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇവരെന്തായാലും ഈ പ്രേതം വൈകുന്നേരം എഴുന്നേറ്റ് വരുമ്പോൾ തിന്നാൻ വേണ്ടി വഴി നീള മീനിനെ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഹീറോയും പറയും, ഞാൻ പരമാവധി സമയം അതിനെ മാറ്റി നിർത്താം. ആ നേരത്ത് നിങ്ങൾ ഗ്രേവിൽ നിന്നും നീഡിലെടുത്ത് മാറ്റണം. അത്യാവശ്യത്തിന് കുതിര രക്തമുണ്ട് നമ്മുടെ കയ്യിൽ. ഇത് വിജയിച്ചാലേ നമുക്ക് ജീവനോടെ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഈ നേരത്ത് ആശുപത്രിയിൽ അമ്മയും പെങ്ങളും കൂടി ചില മന്ത്രമെല്ലാം ജപിച്ച് ചെറുക്കന് കാവലിരിക്കുകയാണ്. അവന്റെ ദേഹത്ത് ഈ പ്രേതമുണ്ട്. പക്ഷെ പ്രേതം ഒരു അടിമയുടെ അവസ്ഥയിലാണ്. ആ ചെറുക്കന്റെ ആത്മാവ് ഒരു അടിമയുടെ അവസ്ഥയിൽ. ഇവരിവിടെ മാസ്റ്ററും അനുയായിയും രാത്രി കാവൽ നിൽക്കുന്നു. കൂരിരുട്ടാവുമ്പോൾ കുഴിമാടത്തിന്നൊരു കൈ വന്ന് ഓരോ മീനായി പെറുക്കി തിന്ന് ഇങ്ങനെ നടന്നു വരാണ് കാട്ടിക്കൂടെ. ഈ സമയത്ത് നമ്മുടെ മന്ത്രവാദി പെൺകുട്ടി ആ വലിയ മരമില്ലേ, ട്രീ, അതിന് ചുറ്റും പുക നിറയ്ക്കും. നിറച്ച് പുകയായി ഒന്നും കാണാൻ പറ്റൂല. ഇതിങ്ങനെ മീൻ പെറുക്കി തിന്ന് നേരെ ആ മരത്തിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ മരത്തിന് പുറകെ നിന്നൊരു ശബ്ദം, നിനക്ക് തൃപ്തിയായോ? നീ തൃപ്തനാണോ? ഈ നേരത്ത് നമ്മുടെ ആൾക്കാർ കുഴിമാടത്തി വന്ന് മാന്തി നോക്കാണ് നീഡില്. ഇവരെ നേരത്തെ കണ്ടില്ല ഇരുമ്പ് റാടൊക്കെ, അതുപോലത്തെ നീഡിലുണ്ടോന്ന്. നീ എന്തുകൊണ്ടാണ് ഇവിടെ എന്നാ മരം ചോദിക്കും. നമ്മുടെ പെൺകുട്ടി, ഈ പ്രേതത്തിന് ആ പെൺകുട്ടിയാണെന്ന് അറിയില്ലല്ലോ. പ്രേതം പറയും, ഇതെന്റെ കുന്നാണ്. ആ 3 മന്ത്രവാദികൾ എന്നെ ഇല്ലായ്മ ചെയ്ത് ഇവിടെ അടക്കി. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല, ഇനിയും യുദ്ധം ചെയ്യും. ഇത് കേട്ട് ഹീറോയും പറയും, യുദ്ധം കഴിഞ്ഞ് വർഷങ്ങളായി, നിനക്കിനി ഇവിടെ സ്ഥാനമില്ല, നീ തോറ്റു, ഇത് നിന്റെ സ്ഥലമല്ല. ഇല്ല, യുദ്ധം ഇനിയും കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല എന്നാ പ്രേതം പറയും. ആ പ്രേതം സംസാരിക്കുന്ന അതേപോലെ ആശുപത്രിയിൽ നിന്ന് ഈ ചെറുക്കന് സംസാരിക്കുന്നുണ്ട്. ഇവിടെ യുദ്ധം അവസാനിച്ചു, 100 വർഷങ്ങൾക്ക് മുന്നേ അത് അവസാനിച്ചു കഴിഞ്ഞു. ഇതിപ്പോ സമാധാനത്തിന്റെ നാടാണ്. നിനക്കിവിടുന്ന് പോകാം. നീ എവിടുന്ന് വന്നു? നിന്റെ പേരെന്ത്? പറ പ്രേതമേ. അത് മിണ്ടുന്നില്ല. ഈ നേരെ ഇവര് കുഴി മാന്തി മാന്തി ഒരു നീഡിലും കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെ പ്രേതം പറയും, ചെന്നായ്ക്കൾ എന്നെ ശപിച്ചു, ഞാനിപ്പോ ഈ സ്ഥലത്താണ്, എനിക്ക് ഈ സ്ഥലം സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഇതിന്റെ അർത്ഥമൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും, ആരും ടെൻഷൻ ആവണ്ട. ഹീറോയും പറയും, നിന്റെ പിടിയിലുള്ള ആ മനുഷ്യരെ വിട്ടേക്ക്, വിട്ടുപോ, ഈ സ്ഥലത്തു നിന്നും വിട്ടുപോ. ഇവളത് പറഞ്ഞ് തിരിയവേ ആ രൂപം ഇവളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ കമാൻഡർ പ്രേതരൂപം. ഭാഗ്യത്തിന് ഇവൾക്കെന്നും കാവലായി വരുന്ന ഇവളുടെ അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മ പ്രേതത്തിനെ കാണുമ്പോൾ കമാൻഡർ ഇവൾ അറ്റാക്ക് ചെയ്യില്ല. ഇവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ശ്രീനിയുടെ അടുത്ത് വന്ന് നീഡിൽ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഇല്ല, അവിടെ നീഡിലില്ല, പാപ്പൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഈ വലിയ പ്രേതം തീഗോളായിട്ട് തിരിച്ച് തന്റെ കുഴിമാടത്തിലേക്ക് പോവുക. ഇത് പോണ സമയത്ത് അപ്പച്ചൻ ഇപ്പോഴും കുഴിമാന്തിക്കൊണ്ടിരിക്കുകയല്ലേ. കമാൻഡറെ ശക്തി തീയാണ്. തീ മണ്ണിലേക്ക് വന്നലിയുന്നു. ഇതിങ്ങനെ പാപ്പൻ നോക്കി നിൽക്കും. ഭാഗ്യത്തിന് പാപ്പൻ അത് കത്തിച്ചില്ല. നീ എൻ്റെ അടിമയാകുന്നു കുഞ്ഞെ, അല്ലെങ്കിൽ നിന്റെ കരള് ഞാൻ ദാനമായി എടുക്കുന്നു. നിന്റെ മുഖത്ത് വരച്ചിരിക്കുന്ന ഈ എഴുത്തുകളെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ എന്നെ ശപിച്ച മന്ത്രവാദികൾ. പ്രേതം പാപ്പന്റെ വയറ്റി കുത്തി ലിവറി പിടിക്കും. അങ്ങനെ മരിക്കുമെന്നുള്ളത് കാണുമ്പോൾ നമ്മുടെ ശ്രീനിയും മന്ത്രവാദിയും കൂടി ആ കുതിര രക്തം ഈ പ്രേതത്തിന് മുകളിലേക്ക് ഒഴിക്കുകയാണ്. അന്നാമ്പെള്ളം തെളിച്ചതുപോലെ പ്രേതം കിടന്ന് പെടയാൻ തുടങ്ങും. പക്ഷെ അതിന് കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്ന് ഞെട്ടി മാറിയെന്നേ ഉള്ളൂ. അത് ഇവരെ പിടിക്കും. ഈ 2 ശിങ്കടികളെയും പിടിച്ച് പൊക്കിയെടുക്കും. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണിക്കുന്നത്. ഇത് പഴയ ജാപ്പനീസ് കമാൻഡർ ആയിരുന്നു. അയാൾ കൊറിയ അറ്റാക്ക് ചെയ്ത് ഒരുപാട് പേരെ കൊന്നു.
അയാൾ മരണപ്പെട്ടപ്പോൾ അയാളെ ശരീരം അന്നത്തെ 3 മന്ത്രവാദികൾ, അവരെ ഫോക്സ് എന്ന് പറയുക, അവർ ഈ കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാതിരിക്കാൻ വേണ്ടി, നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ആ കമാൻഡറെ തന്നെ കത്തി തീയിൽ പഴുപ്പിച്ച് അയാളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റി അയാളുടെ ബോഡി വെർട്ടിക്കലായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി. കറക്റ്റ് ബോർഡർ ഏരിയയിൽ ഈ കൊള്ളക്കാരാണെന്ന് വിചാരിച്ച നക്സലറ്റുകൾ ഒരുപാട് റോഡുകളൊക്കെ പറിച്ചെടുത്തില്ലേ, അത് അതിർത്തി തിരിക്കുന്നതാണ്. ഒരിക്കലും പറിച്ചെടുക്കാൻ പറ്റാത്ത റോഡായി ഈ കമാൻഡറെ ബോഡി ഇവർ കുത്തനെ കുഴിച്ചിട്ടു. അതിന്റെ നെഗറ്റീവ് ശക്തി പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കൊറിയക്കാര് അതിന് മേളി സമമായി കൊറിയൻ മുത്തശ്ശൻ കമാൻഡറെ ബോഡി കുഴിച്ചിട്ടത്. എന്തായാലും രണ്ടും തോണ്ടിയെടുത്ത് ഇപ്പൊ പ്രശ്നം ഗുരുതരായി. ഈ സാത്താൻ ഒരുപാട് ആത്മാക്കള് കൂടി ഉണ്ടായതാണ്. അതിലും തീയും മെറ്റലും ചേർന്നാണ് ഈ സാത്താൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പനൊരു കാര്യം ഓർമ്മ വരിക. തീക്കെതിരെന്താണ് വെള്ളം, മെറ്റലിന് മരവും, ഗോൾഡും വുഡും ഓപ്പോസിറ്റാണ്, ഫയറും വാട്ടറും ഓപ്പോസിറ്റാണ്. ഇങ്ങേര് കൊണ്ടുവന്ന ആ മന്ത്രം എഴുതിയ പിക്കാസ് എടുത്ത് അതിൽ തന്റെ രക്തം പുരട്ടി ആഞ്ഞി പ്രേയത്തിന്റെ കാലിലേക്ക് പുള്ളി കുത്തിയിറക്കും. പ്രേയത്തിന് നൊന്തു. അത് മന്ത്രവാദിനെയും ശ്രീനിയുടെയും പിടിവിട്ടോ. എന്നിട്ടിപ്പോ പാപ്പന്റെ മോന്തയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. കത്തുന്ന കാരിരുമ്പിനും നനവുള്ള മരത്തെ വെട്ടി വീഴ്ത്താൻ കഴിയില്ല. ഇയാള് രക്തം വീണ്ടും മരത്തി പുരട്ടി ആ പ്രേയത്തിന്റെ തോളിലേക്കൊരു വെട്ടുകൊടുത്തു. പ്രേതം അനങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോ ഇനി അവസാനത്തേത്, തീയിനെ ജയിക്കാൻ വെള്ളമുണ്ട് ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞ് ഒരൊറ്റ വെട്ടാണ് 2 തുണ്ടായ ആ പ്രേതം വീണു. ആ നേരത്തന്നെ ഇവിടെ കറുത്ത രക്തം ഛർദ്ദിച്ച് നമ്മുടെ ചെറുക്കൻ്റെ മേത്തുള്ള പ്രേതവും അപ്രത്യക്ഷമായി. ഇപ്പോൾ പാപ്പൻ്റെ വയറ്റിനിട്ടൊരു കുത്ത് കെട്ടിയിട്ടുണ്ടല്ലോ, അങ്ങേരെ കൊണ്ട് ഓടുകയാണ് ആശുപത്രിയിലേക്ക്. പക്ഷെ പുള്ളിക്കാരൻ മരിക്കാൻ തയ്യാറായി സന്തോഷത്തോടെ കിടക്കുകയായിരിക്കും. ഡെത്ത് മീൻസ് റിട്ടേണിംഗ് ടു ദ സോയിൽ. ഒരുപക്ഷെ എൻ്റെ ജോലികൾ ഇതോടെ അവസാനിച്ചിരിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പാവ ഏതോ ഒരു കരടീനെ കിട്ടിയിട്ടുണ്ട് പോലീസുകാർക്ക്. അതാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് അതിനെ പിടിച്ച് കെട്ടിവെച്ചിരിക്കുക. നമ്മുടെ പാപ്പ മരിച്ചിട്ടില്ല. കണ്ണു തുറക്കുമ്പോൾ ഇവരെല്ലാവരും വെട്ടി വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഡെയിലി ഇവിടെ തിന്നാനാണോ വരുന്നത്? ഇത് ആശുപത്രിയാണോ അതോ തട്ടുകടയാണോ? എഴുന്നേറ്റ് പോയിനടാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ജർമ്മനിയിലെ മോളുടെ വിവാഹം, എല്ലാവരും ചെന്ന് ആ വിവാഹത്തിനും കൂടി കൂടുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞും പറയാതെയും എക്സ് ഹുമ എന്ന സിനിമ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെനിക്ക് വന്ന സംശയം, ആ പണക്കാരൻ അപ്പൂപ്പൻ എന്തിനാണ് സ്വന്തം കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു? ഇനി ആ വലിയ പ്രേതം മിരട്ടിയിട്ടായിരിക്കും? ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിനകത്ത്. എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ പടം ഇരുന്ന ഒരു 4-5 തവണ കാണേണ്ടി തന്നെ വരും. എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.